വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ തന്നെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 4 വർഷം കൊണ്ട് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 2134 കോടി രൂപ ചിലവിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. കിഫ്ബിയിൽ നിന്നാണ് ഫണ്ട് മാറ്റിവെച്ചത്. ഈ പാതയുടെ ടെൻഡർ നടപടികളും സ്ഥലം ഏറ്റെടുപ്പുമൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതി, അതിൻ്റെ തുടക്കമാണ്, പ്രധാനപ്പെട്ട തുടക്കമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഈ ഉദ്ഘാടന വേദിയിൽ നിന്ന് തന്നെ ഒരു ജനപ്രതിനിധി പ്രസംഗിച്ചത് വയനാട് ജില്ലയിലെ ജനങ്ങൾ തുറന്ന ജയിലിൽ അടക്കപ്പെട്ട ആളുകളെ പോലെയാണ്, സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ എന്നതാണ്. അതിലുള്ള ഒരു ബദലാണ് ഏതായാലും ഈ തുരങ്കപാത. എത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെല്ലാവരും പിന്തുണയ്ക്കുന്ന പദ്ധതിയാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കർശന ഉപാധിയോടെയാണ് പാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയത്. കാരണം വലിയൊരു മല തുരന്നാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. 8.11 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ നീളം. അതിനൊപ്പം തന്നെ അപ്രോച്ച് റോഡ്, പുഴയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ ഒക്കെ തന്നെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ 2 ജില്ലയിലെയും ജനങ്ങളെ സംബന്ധിച്ച് പുതിയ സ്വപ്നങ്ങൾക്കാണ് ചിറകുമുളച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ 4 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ.